എല്ലാവർക്കും നമസ്കാരം. വീട്ടിലുണ്ടായ 2 കുഞ്ഞി പാവയ്ക്കാണ്, കൂടെ ചതുരപ്പുളി അഥവാ സ്റ്റാർ ഫ്രൂട്ട്. പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതിലേക്ക് 2 ഉരുളക്കിഴങ്ങുള്ള കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിക്കാം. നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ സാമ്പാറും ചമ്മന്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ മുളക് കറി. കൊങ്കണി സ്റ്റൈലിൽ, കൊങ്കണിയിൽ ഹുമ്മാണ് എന്ന് പറയും. ചോറിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് ചതുരപ്പുളി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് പുളി വേകുന്നവരെ തിളപ്പിക്കുക. ചതുരപ്പുളിക്ക് പകരം ആവശ്യത്തിന് പുളിക്ക് പച്ചമാങ്ങ ചേർത്ത് തയ്യാറാക്കാം. ഇതിൽ ചെറിയ ചേമ്പ്, വള്ളിപ്പയർ, ചക്കക്കുരു, ചുണ്ടങ്ങയൊക്കെ ചേർക്കാം. ഞാനിന്ന് അവൈലബിളുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കും. അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഞാൻ കുറച്ച് അറങ്കിട്ടാൻ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, കറിവേപ്പില ചേർത്ത് തളിക്കുക. നല്ല അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് ഇളക്കി വാങ്ങാം. അങ്ങനെ സ്വാദിഷ്ടമായ മുളക് കറി അഥവാ ഹുമ്മാണ് റെഡി. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.